പുതിയ അധ്യയന വർഷം ആരംഭിക്കുവാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനാൽ രക്ഷിതാക്കൾ കുട്ടികളുടെ ആധാർ പുതുക്കണം. സ്കൂൾ തുറക്കുന്നതോടെ നിരവധി സ്കോളർഷിപ്പുകളും മറ്റും ലഭിക്കുന്നതിന് ആധാർ കാർഡ് ആവശ്യമായി വരും. അതിനാൽ കുട്ടികളുടെ ആധാർ കാർഡ് കൃത്യമായി തന്നെ പുതുക്കിയിരിക്കണം. ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലെ ബാങ്ക് അക്കൗണ്ടിലായിരിക്കും ആനുകൂല്യങ്ങൾ ലഭിക്കുക. കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ സ്കോളർഷിപ്പുകളും ഈ വഴിയായിരിക്കും ലഭിക്കുക. 5 വയസ്സ് കഴിഞ്ഞ കുട്ടികളുടെ ആധാർ നിർബന്ധമായും പുതുക്കേണ്ടതാണ്. 5 വയസ്സ് മുതൽ 7 വയസ്സ് വരെ ആധാർ പുതുക്കുന്നത് സൗജന്യമായിരിക്കും. 15 വയസ്സിലും ആധാർ പുതുക്കേണ്ടതുണ്ട്. 15 വയസ്സിലെ ആധാർ പുതുക്കുന്നതിന് 17 വയസ്സ് വരെ സൗജന്യമായി ചെയ്യാൻ സാധിക്കും. അതിനാൽ കൃത്യമായി തന്നെ ആധാർ കാർഡുകൾ പുതുക്കേണ്ടതാണ്. ആധാർ കാർഡിൽ മൊബൈൽ നമ്പറും നൽകണം. കുട്ടികളുടെ ആധാർ കാർഡിൽ രക്ഷിതാക്കളുടെ മൊബൈൽ നമ്പർ നൽകാൻ സാധിക്കും. അടുത്ത അറിയിപ്പ്: റോഡുകളിൽ വാഹനാപകടങ്ങൾക്ക് ഇരയാവുന്നവർക്ക് 1.5 ലക്ഷം രൂപ വരെ അടിയന്തര ക്യാഷ്ലെസ് ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതി നിലവിൽ വന്നു. രാജ്യത്തുള്ള സർക്കാർ സ്വകാര്യ മേഖലകളിലെ ആശുപത്രികളിൽ പണമടയ്ക്കാതെ അടിയന്തര ചികിത്സ ലഭ്യമാകുന്നതാണ്. അപകടമുണ്ടായി 7 ദിവസം വരെയാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. പദ്ധതിയുടെ പട്ടികയിൽ ഉൾപ്പെട്ട ആശുപത്രിയിൽ നിന്നായിരിക്കും ആനുകൂല്യങ്ങൾ ലഭിക്കുക. ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ഫോർ റോഡ് ആക്സിഡന്റ് വിക്ടിം എന്ന സ്കീമിലൂടെയാണ് ഈ ആനുകൂല്യം ലഭിക്കുക. അതിവേഗത്തിലും സൗജന്യമായുമുള്ള ചികിത്സ ഈ പദ്ധതി വാഗ്ദാനം നൽകുന്നുണ്ട്. പദ്ധതിക്ക് പ്രായം, വരുമാനം എന്നിവ നോക്കുകയില്ല. ആക്സിഡന്റ് സംഭവിച്ച ഏതൊരു വ്യക്തിക്കും പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. പദ്ധതിക്കുള്ള ചെലവ് അതാത് സംസ്ഥാനങ്ങളിലെ ജനറൽ ഇൻഷുറൻസ് സേവനങ്ങൾ കമ്പനികളിൽ നിന്നും കണ്ടെത്തുന്നതാണ്. കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയമാണ് ഈ വിജ്ഞാപനം പുറത്തിറക്കിയത്. എല്ലാ മോട്ടോർ വാഹന അപകടങ്ങൾക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതാണ്.